ആ മനുഷ്യൻ വന്ന് പറയുകയാണ്, സ്തോത്രം, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാ. ഒരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകും, ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യും. നീ വീട്ടിൽ വരണ്ട, ഒരു വാക്ക്. യേശുവിന്റെ മറുപടി നോക്കോ, 2-3 വാക്യം താഴെയാ മറുപടി കിടക്കുന്നേ. സ്തോത്രം. 13-ാം വാക്യം. യേശു ശതാധിപനോട് പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്ത് വിശ്വസിച്ചോ അതുപോലെ നിനക്ക് അതുപോലെ. ജീസസ്. നല്ലൊരു ആമയും പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, വിശ്വസിച്ച പോലെ നടക്കാൻ പോവാന്ന് പറ. അങ്ങനെ അന്ന് ഇവിടെ ഇരുന്ന് വിശ്വസിക്കണം. ചിലത് ഇന്നലെ വിശ്വാസം പറയണമെന്നാ പറഞ്ഞേ. നീ വിശ്വസിച്ച പോലെ നടക്കാൻ പോവാ. എത്ര പേരതിന് ആമീൻ പറയും? ഹല്ലേലൂയ. ചുരുക്കി അങ്ങ് പറയാം, വിശ്വസിച്ച പോലെ സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഈ കർത്താവ് ഇങ്ങനെ ഭയങ്കര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പം, സ്തോത്രം, ചില പരീക്ഷന്മാരടുക്കൽ വന്നേച്ച് പറഞ്ഞു, പെട്ടെന്നല്ല നിർത്തി പൊക്കോണം, ഹെരോദാവ് നിന്നെ കൊല്ലാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞേ അവര് വിചാരിച്ച യേശു പെട്ടെന്നെല്ലാം മടക്കി കെട്ടാ പോകാമെന്ന് പറയുമെന്നാ ചിന്തിച്ച്. ഉടനെ കർത്താവ് പറഞ്ഞു, സ്തോത്രം, നീ പോയി ആ കുറുക്കനോട് പറ, ദൈവത്തിന് സ്തോത്രം, ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗിയെ സൗഖ്യമാക്കുകയും 3-ാം നാൾ സമാപിക്കുകയും ചെയ്യുമെന്ന് അവനോട് പറയണമെന്ന് പറഞ്ഞു. വരുവാന്ന് ഈ 2-3 ദിവസം ഇവിടെ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതലുള്ള വാക്യം. ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തു വന്നു. ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക, പെട്ടെന്ന് പൊക്കോണം, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു. ഞങ്ങള് ഒരു അറിവ് പറയുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് നോക്കുന്നുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കി. ഇന്നും നാളെ ഭൂതം പുറത്താക്കുക, നിന്റെ ദേഹത്തൊണ്ടേനും പുറത്താക്കാൻ വരാൻ അതിന്റെ അർത്ഥം. രോഗശാന്തി വരുത്തി നാളെ ഞാൻ എന്ത് ചെയ്യും? ഭൂതങ്ങളെ പുറത്താക്കി. കെട്ടിപ്പറക്കിക്കാൻ കുറെ പരീക്ഷന്മാര് ശ്രമിക്കുന്നുണ്ട്. മിണ്ടുന്നില്ല. എന്റെ പൊന്ന് പരീക്ഷ, നിന്റെ അടവൊന്ന് ഈശോയുടെ അടുക്ക നടക്കുകയില്ല. നീ കണ്ടവനല്ല ഈശോ. ഒരു സ്തോത്രമൊക്കെ വരുന്നില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ പറയാ, ഞാൻ ഇന്നും നാളെയും എന്ത് ചെയ്യും? ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കി. ഇന്നും നാളെ ഏത് ഗ്രേഡിലുള്ള ഭൂതം വന്നാലും ഞാൻ പുറത്താക്കും. രോഗശാന്തി വരുത്തുകയും കൂട്ടത്തിൽ രോഗശാന്തി വരുത്തും. 3-ാം നാളിൽ സമാപിക്കുകയും. 3-ാം നാൾ വൈകിട്ട് 6 മണിക്ക് യോഗം സമാപിക്കും. വരുവാന്നേ അതിനിടയ്ക്ക് വരണം. പീലാത്തോസ് ഒരിക്കലും ഈശോയെ വേറൊരു വാശം വരുത്താൻ തീരുമാനിച്ചു. എന്നാ ചോദിച്ചിട്ട് ഈശോ മറുപടി പറയുന്നില്ല. അപ്പൊ പീലാത്തോസ് ചോദിച്ചു, നിന്നെ വിട്ടയക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നോ? യേശു ചിരിച്ചോണ്ട് പറഞ്ഞ, മേളിൽ നിന്ന് കിട്ടാത്ത അധികാരം ഒന്നും അധികാരമല്ലെന്ന്.